ഒരാൾ എന്നോട് വന്നിട്ട് എനിക്ക് വെയിറ്റ് കുറയണം എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ ഫാറ്റാണ് എനിക്ക് വെയിറ്റ് കുറക്കണം എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ അവരോട് എന്താ പറയുക അറിയോ? ദർ ഇസ് നോ കോംപ്ലക്സിറ്റി, ജസ്റ്റ് ലിവ് ലൈക്ക് എ ഹ്യൂമൻ. ഒരു മനുഷ്യൻ എങ്ങനെയാണോ ജീവിക്കുന്നത്, എങ്ങനെയാണോ ജീവിക്കേണ്ടത്, അതുപോലെ ജീവിച്ചാൽ നമ്മളെപ്പോഴും നല്ല ഒപ്റ്റിമൽ ഷേപ്പിൽ തന്നെ ആയിരിക്കും. പക്ഷേ നമ്മൾ ചുറ്റുള്ള ആൾക്കാരെ നോക്കുമ്പോൾ ഓരെങ്ങനെ ചിന്തിക്കുന്നത്, നമ്മളെ ചുറ്റുള്ള ആൾക്കാരെ നോക്കുമ്പോൾ ഒരുവിധ ആൾക്കാരും തടിച്ചിട്ടാണ്. അപ്പോൾ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കേണ്ടത് ശരിക്കും? ഒന്നാമത്തെ കാര്യം എനിക്ക് അവരോട് പറയാനുള്ളത്, ഡോണ്ട് കൗണ്ട് യുവർ കാലറീസ്. കാലറീസ് കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് കാലറീസ് അല്ല ഇവിടെ വിഷയം. ഇവിടെ വിഷയം ദ ടൈപ്പ് ഓഫ് ഫുഡാണ്. ഞാൻ 2 എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു 5 പുഴുങ്ങിയ മുട്ട എടുക്കുക ഒരു പ്ലേറ്റിൽ. ആ സെയിം കാലറിയിൽ, ആ സെയിം ഡെൻസിറ്റിയിൽ നിങ്ങളൊരു നല്ല മധുരമുള്ള കേക്ക് കൊടുക്കുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡെസേർട്ട് എന്താണോ അതെടുക്കുക, എന്നിട്ട് കഴിച്ചു നോക്കുക. 5 പുഴുങ്ങിയ മുട്ട കഴിക്കുക. യു വിൽ ബി ഫുൾ. ആവശ്യത്തിന് പ്രോട്ടീനായി എല്ലായി. ഈവൻ ദോ ഇഫ് ഇറ്റ് ഈസ് സെയിം കാലറീസ്. ആ ഒരു കേക്ക് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫുള്ളാവില്ല, നിങ്ങൾക്ക് ഇനിയും വേണ്ടി വരും. അതാണ് ഇതിലുള്ള ട്രാപ്പ് എന്ന് പറയുന്നത്. ദീസ് അൾട്രാ പ്രോസസ്ഡ് ഫുഡ്സ് ഈസ് ലെസ് സാഷിയേറ്റിംഗ്. അതായത് കുറച്ച് കഴിച്ചാലും നമ്മൾ എത്ര കഴിച്ചു എന്നുള്ള ചിന്തിക്കില്ല, വീണ്ടും വീണ്ടും കഴിക്കും. ദാറ്റ്സ് എ പ്രോബ്ലം. വെൻ യു ആർ ഈറ്റിംഗ് റിയൽ ഫുഡ്സ് ലൈക്ക് എഗ്, മീറ്റ്, മിൽക്ക്, ഫിഷ്, അൺപ്രോസസ്ഡ് കാർബോഹൈഡ്രേറ്റ്സ് ലൈക്ക് റൈസും അതുപോലെ ഫ്രൂട്ട്സും ഇങ്ങനത്തൊക്കെ കഴിക്കുമ്പോൾ പെട്ടെന്ന് വയറ് നിറയും. സോ യു ഒബ്വിയസ്ലി ഗോണ ഈറ്റ് ലെസ് കാലറീസ്. പക്ഷെ നിങ്ങൾക്ക് ആവശ്യത്തിന് പ്രോട്ടീനും അത് മറ്റുള്ള കാര്യങ്ങളും കിട്ടും ചെയ്യും. അപ്പോൾ ഫസ്റ്റത്തെ സംഭവമാണ് കാലറീസ് നോക്കേണ്ട ആവശ്യമില്ല. നല്ല ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ കാലറീസ് നോക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങളിവിടെ ഒരു ഡയറ്റ് എടുക്കുകയല്ല. ഡയറ്റ് എടുക്കേണ്ട ആവശ്യമില്ല ശരിക്കും. പല ആൾക്കാരും എന്നോട് ചോദിക്കും, ഈ ഡയറ്റിലാണോ? എനിക്ക് ഇങ്ങനെ മുട്ടായി കൂടുന്നതിന് ഞാൻ കഴിക്കില്ല പറയുമ്പോൾ ഈ ഡയറ്റിലാണോ ചോദിക്കും. ഇറ്റ്സ് നോട്ട് ഡയറ്റ്. എനിക്കിഷ്ടപ്പെട്ടൊക്കെ തിന്നുന്നുണ്ട്. ശ്രദ്ധിക്കണം, എനിക്കിഷ്ടപ്പെട്ടതൊക്കെ നല്ലതാണ് ഒരു വിധം. ചിന്തിക്കണില്ല. ഈ ചീത്ത സംഭവങ്ങളൊക്കെ തിന്നാത്ത ഒരു ഡയറ്റാണെന്നുള്ള വിചാരം. അത് ഡയറ്റല്ല. ഞങ്ങൾ തിന്നേണ്ടത് എന്താണോ അതാണ് തിന്നുന്നത്. അത്രയുള്ള വ്യത്യാസം. അതൊരു ഡയറ്റായി കാണുമ്പോഴാണ് നമ്മൾ എക്സ്ട്രാ എന്തോ ചെയ്യണ മാതിരി തോന്നിയിട്ട് പെട്ടെന്ന് നമ്മളതിലേക്ക് ഫോളോ ചെയ്യണത്. അങ്ങനെയല്ല, നമ്മളെന്താണോ ഭക്ഷണം അതേ കഴിക്കണുള്ളൂ. ഈ മുട്ടായി എന്തൊക്കെ അതിലൊരു ഇൻഗ്രീഡിയൻസ് വായിച്ച് നോക്കുമ്പോൾ അത് ഭക്ഷണമല്ല. അതിൽ കുറേ ഇമൾസിഫയറും റെഗുലേറ്റിംഗ് ഏജൻസും കുറേ കളറും ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നെസ്സൊക്കെയാണ് ഞാൻ കാണുന്നത്. പക്ഷെ അതേസമയം ഒരു മുട്ട എടുക്കുമ്പോൾ അതിലാകെ മുട്ട തന്നെ ഉള്ളൂ, വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. അപ്പോൾ എന്താണോ ഭക്ഷണം അതാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ എനിക്ക് രണ്ടാമത് പറയാനുള്ളത് അതാണ്, നിങ്ങളൊരു ഡയറ്റിലല്ല. ഒരു ടെമ്പററി ഡയറ്റ്, വെയിറ്റ് കുറയാൻ വേണ്ടിയുള്ള ഡയറ്റ്, ആ ഡയറ്റ് ഈ ഡയറ്റ്, ഇത് ഡയറ്റല്ല. മനുഷ്യൻ എന്താണ് തിന്നേണ്ടത് അത് നമ്മൾ തിന്നും. മൂന്നാമത്തെ കാര്യം, ഫസ്റ്റ് പറഞ്ഞതായിട്ട് റിലേറ്റഡ് ആയത് തന്നെ, കട്ട് ഔട്ട് ഓൾ പ്രോസസ്ഡ് ഫുഡ്സ്. എന്തൊക്കെയാണ് പ്രോസസ്ഡ് ഫുഡ്? ഷുഗറി ഷിറ്റ് യു ആർ ഈറ്റിംഗ്. കേക്കുകൾ ഉണ്ടാവാം. നമുക്കിങ്ങനെ ചോർന്ന് കഴിഞ്ഞാലൊക്കെ ഒരു ഫീലിംഗ് ഉണ്ടാവില്ല മധുരം കഴിക്കാനൊക്കെ ഉള്ള. കേക്കുകൾ, ബിസ്ക്കറ്റുകൾ, ബ്രെഡുകൾ, മുട്ടായികൾ, ഐസ്ക്രീം, ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒഴിവാക്കുക. അതായത് നാച്ചുറൽ ഫുഡുകളല്ലാത്ത സംഭവങ്ങൾ, കൃഷി ചെയ്തോ അങ്ങനെയൊന്നും അല്ലാതെ ഉണ്ടാക്കണേ, ഫാക്ടറീസിൽ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ, അതാണ് പ്രോസസ്ഡ് സാധനങ്ങൾ. അത് ഒഴിവാക്കുക. ഈ സംഭവത്തിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നതൊക്കെ എന്തായിരിക്കും? സീഡ് ഓയിലും കാര്യങ്ങളൊക്കെ വരും. സീഡ് ഓയിലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ സൺഫ്ലവർ ഓയിൽ അങ്ങനത്തെയൊക്കെ, മറ്റേ ഇതൊക്കെ എന്താണ് സോയാബീൻ്റെ ഓയിലൊക്കെ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ മൊത്തം സിസ്റ്റം ആകെ തകരാറാവും. അതുകൊണ്ടാണ് ആർക്കും അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്. നമ്മളെ ഹോർമോണൊക്കെ ഉണ്ടല്ലോ ഒക്കെ പ്രശ്നത്തിലാവും. നമ്മളെ മെറ്റബോളിസും നമ്മളെ ബോഡി നോർമലി ഫങ്ഷൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എന്താ പറയുക, എരപ്പാവും പറയില്ലേ. ഈ നല്ല മീറ്റും അങ്ങനത്തെ ഹോൾ ഫുഡ്സുകൾ, ഫ്രൂട്ട്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മുടെ ശരീരത്തിന് അറിയാം
നോർമലി നമ്മുടെ ശരീരത്തിന് അറിയാം, കാരണം പണ്ടുള്ളവരൊന്നും കാലറി നോക്കിയൊന്നല്ല ജീവിക്കുന്നത്, എത്ര ഫുഡ് വേണം നമ്മുടെ ശരീരത്തിന് അറിയാം. പക്ഷേ ഇങ്ങനത്തെ സംഭവങ്ങൾ കഴിക്കുമ്പോൾ, ഈ പ്രോസസ്ഡ് സാധനങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് മനസ്സിലാവണില്ല. ശരിക്കും ഈ ഫുഡുകൾ നമ്മുടെ ബ്രെയിനിനെ ഹാക്ക് ചെയ്യണ മാതിരിയാണ്. ബ്രെയിനിന് മനസ്സിലാവണില്ല ആവശ്യത്തിന് ഫുഡായി എന്നുള്ളത്. വീണ്ടും 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 ഇങ്ങനെ ക്രേവ് ചെയ്തുകൊണ്ട് വെക്കും. അപ്പോൾ നിങ്ങൾ കാലറീസ് കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ മനുഷ്യന്മാരെ പോലെയാണ് കഴിക്കുന്നത്. നിങ്ങൾ പ്രോസസ്ഡ് ഫുഡുകളൊക്കെ ഒഴിവാക്കി. ഓക്കെ, ഇനി ഇത് ബൂസ്റ്റ് ചെയ്യാൻ ഈ ഒരു സംഭവത്തിന് എന്താ പറയുക, സപ്ലിമെൻ്റ് ചെയ്യാൻ ഉള്ളൊരു ഒന്നാണ് ഫിസിക്കൽ ആക്ടിവിറ്റി. ഇനിയാണ് ഞാൻ ഫിസിക്കൽ ആക്ടിവിറ്റിയെ കുറിച്ച് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ സെറ്റാക്കി, നിങ്ങൾ സ്ലീപ്പൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ നോർമലി നിങ്ങൾ എത്രയാണോ നിങ്ങളുടെ ബോഡീൻ്റെ ഡെഫിസിറ്റിൽ നിങ്ങൾ കഴിക്കുള്ളൂ. നല്ല ഫുഡുകളാണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ. ആ നല്ല ഫുഡുകൾ ഏതൊക്കെയാണ് അതൊന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്ക് മലയാളികളിൽ നോർമലി കാർബോഹൈഡ്രേറ്റ്സ് കൂടുതൽ കഴിക്കുന്ന ആൾക്കാരുണ്ട്, മൊത്തം കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ നല്ല കാർബോഹൈഡ്രേറ്റ്സ് പറഞ്ഞുതരാം. നമുക്ക് ചോറും ചപ്പാത്തിയും അങ്ങനെ സംഭവമൊക്കെ കഴിക്കണമെങ്കിൽ കഴിച്ചോളി. ആരെ കഴിക്കേണ്ട പറഞ്ഞാൽ അതൊന്നും പ്രശ്നമല്ല. പക്ഷെ ഫുള്ള് അത് ആക്കേണ്ട ആവശ്യമില്ല. അത് കഴിച്ചോളി. അത് അത്യാവശ്യം എനർജി ബേൺ ചെയ്യണ പോലെ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമല്ല. അല്ലാത്തവർക്കാണ് അത് പ്രശ്നം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ച് കഴിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ രാത്രി മാത്രമാണെങ്കിൽ അങ്ങനെ കഴിക്കുക. എന്നിട്ട് ഈ നല്ല മീറ്റുകളും മീനും മുട്ടയും ഇറച്ചിയും ചിക്കനും ഇങ്ങനെ സംഭവമൊക്കെ കൂട്ടുക. അതുപോലെ ഫ്രൂട്ട്സും ഒരു മിതത്തിലൊക്കെ കഴിക്കുക. ഹോൾ ഫുഡ്സുകൾ, സിംഗിൾ ഇൻഗ്രീഡിയൻറ്റ് ഫുഡുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഇതാണ് റിയൽ ഫുഡ് കഴിക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. മധുരത്തിനാണെങ്കിൽ തേനൊക്കെ ഉപയോഗിക്കുക. ഒരു ചായയിൽ മധുരമിട്ട് കുടിക്കുക അല്ലെങ്കിൽ കോഫിയിൽ മധുരമിട്ട് കുടിക്കുക, അങ്ങനെയൊന്നും ചെയ്യുമ്പോഴല്ല ഇത് ശരിക്കും വരുന്നത്. അത് ആൾക്കാർ മനസ്സിലാക്കണില്ല. അതുപോലെ അത് ഒക്കെ ചായയും കോഫിയിലൊക്കെ മധുരം ഒഴിവാക്കും. എന്നിട്ട് ഇവിടെ വന്നാണ് കുറേ ചോറും അതും ഇതൊക്കെ ഇങ്ങനെ കുത്തിക്കയറ്റും. അപ്പോൾ രണ്ട് ഏകദേശം ഒരേ എഫക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കോഫി ഒരു ചായ ഒന്ന് എൻജോയ് ചെയ്യുന്നതിൽ പ്രശ്നമല്ല. നല്ല ഫുഡുകളെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ചെറിയ എമൗണ്ട് ഓഫ് ഷുഗറൊന്നും നിങ്ങളെ ശരിക്കും അഫക്റ്റ് ചെയ്യില്ല. അതിൽ 1-1.5 സ്പൂണൊക്കെ വരുന്നത്. ആ ഒരു കോഫി കുടിച്ച് കരുതി ഭയങ്കര തടി കൂടുതലും. എന്നിട്ട് പിന്നെ ആ പുറത്തുനിന്ന് കഴിക്കുന്ന ആ പ്രോസസ്സഡ് സാധനങ്ങൾ, സീഡ് ഓയിലൊക്കെ പൊരിച്ച സാധനങ്ങൾ കുറേ കഴിക്കുകയും ചെയ്യും. ഈ എണ്ണക്കടികളും കാര്യങ്ങളൊക്കെ അതിൽ പെട്ട തന്നെയാണ്. അതൊക്കെ ആ സീഡ് ഓയിലാണ് പൊരിക്കുന്നത്. ലാസ്റ്റത്തെ ഒരു സംഭവമാണ് ഡു സം കൈൻഡ് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി, എനിത്തിങ് യു എൻജോയ്. അത് ഈ വെയിറ്റ് ലോസിനെ ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്യും. അത് വേണമെന്ന് നെസസറി എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഒരു ദിവസം ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ ഫ്രണ്ട്സിൻ്റെ കൂടെ ഫുട്ബോൾ കളിക്കുക, അല്ലെങ്കിൽ ആഴ്ചയിൽ 3-4 ദിവസം ഫുട്ബോൾ കളിക്കുക, അല്ലെങ്കിൽ ജിമ്മിൽ പോവുക, അല്ലെങ്കിൽ ഓടാൻ പോവുക, എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ വെയിറ്റ് ലോസ് ഭയങ്കര ഈസി ആയിട്ട് നടക്കും. ഇത് നോർമലി നടക്കും. നിങ്ങൾ കൂടുതൽ കഴിക്കില്ല. നിങ്ങൾ ഓൾറെഡി കാലറി കൂടുതൽ ബേൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കഴിക്കണമെങ്കിൽ അത്യാവശ്യം പ്രോട്ടീൻ ഉണ്ട്. കാരണം നിങ്ങൾ ഹോൾ ഫുഡ്സുകളാണ് കഴിക്കുന്നത്. സീഡ് ഓയിലും അതേപോലെ പ്രോസസ്സഡ് ഫുഡുകളും നിങ്ങൾ ഒഴിവാക്കുന്നുണ്ട്. ദാറ്റ്സ് ഓൾ യു നീഡ്. ഇറ്റ് ഈസ് സിമ്പിൾ പ്രോസസ്സ്. എല്ലാവരും പറയുന്ന മാതിരി ആകെ കോംപ്ലക്സ് ആക്കേണ്ട ആവശ്യമില്ല. കാലറീസൊക്കെ കൗണ്ട് ചെയ്തുകൊണ്ട് ഇറ്റ്സ് സിമ്പിൾ. ട്രസ്റ്റ് മീ. ട്രൈ ദിസ് ആൻഡ് ഇറ്റ് വിൽ ഹെൽപ്പ് യു. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.